നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. പരാധീനതകളുടെ നടുവിൽ മായന്നൂർ പാലവും കടവും. കൊണ്ടാഴി ഒറ്റപ്പാലം റോഡിലെ കടവും സമീപത്തുള്ള പാലവും രാത്രികാലങ്ങളിൽ അന്ധകാരത്തിൽ. കുണ്ടും കുഴിയും നിറഞ്ഞ പാലത്തിൽ അപകടങ്ങൾ നിത്യസംഭവം. മായന്നൂർ കടവിൽ ചേലക്കര MLA ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ് ലൈറ്റ് തകരാറിലായിട്ട് ദിവസങ്ങളേറെയായി. ഹൈമാസ് ലൈറ്റ് സ്ഥിതി ചെയ്യുന്ന സെന്ററിലേക്ക് 5 പാതകളാണ് സംഗമിക്കുന്നത്. കൊണ്ടാഴി ഒറ്റപ്പാലം മെയിൻ റോഡും തൊഴുപ്പാടം ഭാഗത്തേക്കുള്ള പാതയും കനാൽ റോഡും പഴയ തോണിക്കടവിലേക്ക് പോകുന്ന വഴിയും ഒറ്റപ്പാലത്ത് നിന്നുമുള്ള റോഡും ഈ സെന്ററിൽ സംഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ വർധനവ് മൂലം ഏറ്റവും തിരക്ക് പിടിച്ച പ്രദേശമായി ഇവിടം മാറിയിട്ടുമുണ്ട്. ഹൈമാസ് ലൈറ്റ് ഇടയ്ക്ക് മിന്നി പ്രകാശിക്കുന്നുണ്ടെങ്കിലും ജനത്തിന് ഗുണമില്ല. വെളിച്ചമില്ലാത്തതുമൂലം ഇവിടം അപകട മേഖലയായി തീരുകയും ചെയ്തു. ഓട്ടോ സ്റ്റാൻഡും 2 ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഇവിടെ സമീപത്ത് തന്നെയാണ്. നിരവധി സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മായന്നൂർ കടവ് കഴിഞ്ഞുള്ള മായന്നൂർ പാലവും ഇരുട്ടിലായി മാറിയിട്ട് ഏറെ നാളായി. ഇതുമൂലം അനാശാസ്യ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. മായന്നൂർ ഒറ്റപ്പാലം പാലത്തിന്റെ റോഡിന്റെ അവസ്ഥയും ഏറെ പരിതാപകരമാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ പാതയിൽ അപകടങ്ങളും ദിനംപ്രതി വർദ്ധിക്കുകയാണ്. കൊണ്ടാഴി ഭാഗത്തു നിന്നും വരുമ്പോൾ പാലത്തിലെ റോഡിന്റെ ഇടതുഭാഗത്തായാണ് കൂടുതലായും റോഡ് തകർന്നിട്ടുള്ളത്. കുഴിയിൽ ചാടുന്നത് ഒഴിവാക്കുവാനായി അതുകൊണ്ട് തന്നെ പാലത്തിലെത്തുന്ന വാഹനങ്ങൾ ദിശ മാറി സഞ്ചരിക്കുവാൻ ശ്രമിക്കുമ്പോൾ എതിർദിശയിലെ വാഹനങ്ങളുമായി കൂട്ടിയിടിക്കൽ പതിവ് കാഴ്ചയാണ്. വെളിച്ചമില്ലാത്തതിനാൽ അപകടങ്ങൾ കൂടുതലായും രാത്രിയിലാണ് നടക്കുന്നത്. മായന്നൂർ കടവ് ഭാഗത്തെ CCTV ക്യാമറയും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് പൊതുജനത്തിന് കടുത്ത ദുരിതം സൃഷ്ടിക്കുകയാണ്. കൺമുന്നിൽ നടക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതർക്കെതിരെ പൊതുജനങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമാണുള്ളത്. മായന്നൂർ കടവ് പ്രദേശത്തെ വിവിധ സ്ഥാപന ഉടമകളായ KV ജയകൃഷ്ണൻ, ബാബു, കൂടാതെ വേണു മാസ്റ്റർ തുടങ്ങിയവർ മായന്നൂർ കടവിന്റെയും പാലത്തിന്റെയും ശോചനാവസ്ഥയെക്കുറിച്ച് പ്രതികരിച്ചു. മായന്നൂരിലെ ഒരു പ്രദേശവാസി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മായന്നൂർ പാലത്തിലൂടെയുള്ള ആ ഒരു സഞ്ചാര യോഗ്യമായ റോഡുകളുടെ ശോചനീയാവസ്ഥയാണ്. കാരണം കുറച്ച് കാലമായിട്ട് ഈ റോഡ് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. പ്രത്യേകിച്ച് മായന്നൂർ ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടതുവശത്തെ റോഡുകൾ ഈ തല മുതൽ ആ തല വരെ പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പാലത്തുമ്മിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഈ ഇടതുപുറത്തു കൂടെ ഉള്ള യാത്ര, പ്രത്യേകിച്ച് 2 വീലറും ഒക്കെ വലതു ഭാഗത്തേക്ക് കയറി യാത്ര ചെയ്യാറുണ്ട്. അത് ഗുരുതരമായ അപകടങ്ങൾ പലതവണ ഈ മായന്നൂർ പാലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതി ചേർക്കാനോ അതല്ലെങ്കിൽ ഭരണ അധികാരികൾക്കെതിരായ ഒരു പ്രതികരണമായിട്ടോ മാത്രം ഇതിനെ കാണാതെ ഇത് ഈ ഒരു മുഴുവൻ ആളുകൾക്കും ഈ ദുരിതം അനുഭവിക്കുന്നതാണ് എന്ന ബോധ്യത്തോടു കൂടി ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരേ മനസ്സോടുകൂടി ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്നാണ് ആദ്യം പറയാനുള്ളത്. മായന്നൂർ റോഡിന്റെ പാലം, ഒറ്റപ്പാലം, കാലങ്ങളായി അതിൽ കുണ്ടും കുഴിയുമായി യാത്രകൾ ചെയ്യുന്നവർക്കും വാഹനങ്ങൾ കൊണ്ടുപോകുന്നവർക്ക് ദുരിതമായി. എന്നാൽ പുതിയ കുത്താണ റോഡിൽ ആ വക യാതൊരു ശല്യമില്ല എന്ന് പറഞ്ഞാൽ ചാട്ടങ്ങളുമില്ല, ഒന്നുമില്ല. ഇതിങ്ങനെ കുറേ കാലമായിട്ട് കിടക്കണമെന്ന്. പിന്നെ റോഡ് കുണ്ടും കുഴി. ഇവിടെ ഒരു കടവത്തൊരു ഹൈമാസ്ക് ഉണ്ട്, അത് കത്തിയിട്ട് കാലങ്ങളായി. ഞാനത് MLA പറഞ്ഞ മാസ്ക് കത്തുന്നില്ല, അല്ലെങ്കിൽ പകൽ മുഴുവൻ കത്തണോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം തീരെ കത്തണമില്ല. പിന്നെ ഇവിടെ നമ്മുടെ ഈ കടവത്തെ കാര്യം പറയാച്ചാൽ ഇവിടെ കാര്യമായ ഒരു പ്രശ്നം പറഞ്ഞു വെച്ചാൽ ഇവിടെ അമാസ് ലൈറ്റിന്റെ ആ ലൈറ്റ് കത്തുന്നില്ല. അവിടെ ഈ കനാലിന്റെ മുകളിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ ആൾക്കാർ പോണ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയമാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഈ ബൈക്കിലൊക്കെ വണ്ടികൾ നിർത്തിയിട്ട് ഓരോ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. പിന്നെ എന്താ പാലത്തിന്റെ മെയിൻ പറയാച്ച പാലത്തിന്റെ മായന്നൂർ പാലം ഇടിഞ്ഞു പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഓരോ വലിയ കുഴികളുണ്ട്.
വണ്ടികൾ മറിയുന്നുണ്ട് അവിടെ. ഇന്നലെ ഇപ്പോൾ അടുത്തുണ്ടായ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അപ്പുറമൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്, ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ട്. CCV ന്യൂസ് കൊണ്ടാഴി. ഗൃഹോപകരണ രംഗത്ത് ഗുണമേന്മയുള്ള വീട്ടുപകരണങ്ങൾക്ക് മാത്രമായി ജനതയുടെ നവീകരിച്ച ഷോറൂം. മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റോവ്, വാട്ടർ കൂളറുകൾ, ഡിന്നർ സെറ്റുകൾ, സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, ക്രോക്കറി, പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ, കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സ്, ബോട്ടിലുകൾ, സൈക്കിൾ, പ്രസന്റേഷൻ സെറ്റുകൾ, ഭരണികൾ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ ചവിട്ടികൾ, കാർപ്പറ്റുകൾ, മോപ്പുകൾ, ചൂലുകൾ, ബ്രഷ് ഐറ്റംസ്, എല്ലാത്തരം ജാറുകളും, സ്റ്റീൽ കിച്ചൺ റാക്കുകൾ, ഉരുളി, വിളക്ക്, പറ തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 04884250 മികച്ച ബ്രാൻഡുകൾ, മികച്ച വിൽപ്പനാനന്തര സേവനം. ജനത ഫാമിലി ബസാർ.